ഹായ് കൂട്ടുകാരെ, ഫിലിപ്സ് ആൻഡ് ഏച്ചിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പൊട്ടറ്റോ റോസ്റ്റാണ് ഉണ്ടാക്കുന്നത്. ചപ്പാത്തിയുടെയും റൊട്ടിയുടെയും ചോറിൻ്റെയൊക്കെ കൂടെ കഴിക്കാൻ പറ്റിയ നല്ലൊരു വിഭവമാണിത്. ഉരുളക്കിഴങ്ങ് റോസ്റ്റ് തയ്യാറാക്കുന്നതിന് മീഡിയം സൈസിലെ 3 ഉരുളക്കിഴങ്ങ് തൊലി കളഞ്ഞ് കഷ്ണങ്ങളാക്കി വെള്ളത്തിൽ വേവിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ആവശ്യത്തിന് വേണ്ട ഉപ്പും മഞ്ഞൾപ്പൊടിയും നമ്മളിപ്പോൾ തന്നെ ഇട്ട് കൊടുക്കുവാണ്. ഉരുളക്കിഴങ്ങ് ഒരു 80% വെന്ത് വരുമ്പോഴേക്കും നമുക്ക് ഇതിൽ നിന്ന് എടുത്ത് മാറ്റി മറ്റൊരു പാത്രത്തിലേക്ക് നമുക്ക് എടുത്ത് മാറ്റി വെക്കാം. ഇനി ഒരു പാനിലേക്ക് ആവശ്യത്തിന് എണ്ണ ഒഴിച്ച് കടുക് പൊട്ടിച്ചെടുക്കുവാണ്. ഇവിടെ ഞാനൊരു 5 വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞിട്ട് കൊടുക്കുവാണ്. 2 ഉണക്കമുളക് നെടുകെ കയറി ഇതിട്ട് കൊടുക്കുന്നുണ്ട്. അല്പം കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്ത് ഒന്ന് ഇളക്കിയെടുക്കുവാണ്. ഇനി നമ്മൾ 2 സവോള, ചെറിയ സവോളയാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. 2 സവോള കുഞ്ഞായിട്ട് അരിഞ്ഞ് ഇട്ട് കൊടുക്കുന്നുണ്ട്. നന്നായിട്ട് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഈ സമയത്ത് നമുക്ക് ആവശ്യത്തിന് വേണ്ട ഉപ്പ് കൂടി ഇട്ട് കൊടുക്കാം. അപ്പോൾ സവാള വേഗം വഴണ്ടി വരും. നമ്മൾ കുറച്ച് ചതച്ച ഉണക്കമുളക് കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. നമുക്ക് പൊടികൾ ഇട്ട് കൊടുക്കാം. 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1.5 ടേബിൾ സ്പൂൺ ഗരം മസാല, 1 ടേബിൾ സ്പൂൺ മുളക് പൊടി ഇട്ട് നന്നായിട്ട് നമുക്കൊന്ന് ഇളക്കിയെടുക്കാം. ഒരൽപ്പം പെരിഞ്ചീരകം പൊടിച്ചതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. നല്ല പച്ചമണം എല്ലാം മാറി കഴിയുമ്പോഴേക്കും നമ്മൾ മാറ്റി വെച്ചിരുന്ന ഉരുളക്കിഴങ്ങ് ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. ഇത് ചെറുതീയിൽ അല്പനേരം ഒന്ന് വേവിച്ചെടുക്കാം. ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കാം. നന്നായി വെന്ത് വന്നതിന് ശേഷം, നന്നായിട്ട് മസാല എല്ലാം പിടിച്ചതിന് ശേഷം ഒരൽപ്പം കുരുമുളക് പൊടിയും കൂടി മുകളിൽ കൂടി നമുക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ടൊന്ന് ഇളക്കിയെടുക്കാം. നമ്മുടെ വളരെ രുചികരമായിട്ടുള്ള പൊട്ടറ്റോ റോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒരിക്കലെങ്കിലും ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. താങ്ക് യു.